ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നമ്മുടെ പത്തരമാറ്റിൽ ഇന്ന് കിടിലൻ എപ്പിസോഡാണ്. ഇന്ന് നയനയെ ഷോക്കടിക്കുന്നുണ്ട്, ആദർശൻ നയനയും പ്രണയാർദ്ധമാകുന്നുണ്ട്. അങ്ങനെയുള്ള കിടിലൻ എപ്പിസോഡാണ്. അങ്ങനെ നമ്മുടെ വരച്ച ഡിസൈൻ അഭിയാണെന്ന് ഏറ്റെടുക്കുകയാണ്. നമ്മുടെ നയനയാണ് വരച്ചത്, പക്ഷെ അത് അഭിയാണ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് അഭി ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ നവ്യയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല, നവ്യയ്ക്കും കനകയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. നവ്യ പറയുന്നുണ്ട്, അങ്ങനെ എൻ്റെ അനിയത്തിയുടേത് വരച്ചത് നീ അങ്ങനെ ഏറ്റെടുക്കണ്ട, എന്തായാലും എനിക്കത് സത്യം തെളിയിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് നമ്മുടെ നവ്യ. എടി നിൻ്റെ ഭർത്താവ് ഞാനാണ് എന്നൊക്കെ നമ്മുടെ അഭി പറയുന്നുണ്ട്. ഓ നീ അത് ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലോ, ഒരു ഭാര്യ എന്നുള്ള പേര് നീ ഇന്നെങ്കിലും എനിക്ക് തന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യ അഭിയായിട്ട് പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ജലജ പറയുന്നുണ്ട്, എടാ നീ ഇവളെ ആണല്ലോ കെട്ടി എഴുന്നള്ളി ഇവിടെ കൊണ്ട് വന്നത്, എന്താ നിനക്ക് ഇങ്ങനെയൊക്കെ തന്നെ വരണം എന്നൊക്കെ നമ്മുടെ നവ്യയും അഭിയായിട്ട് ജലജയായിട്ടുള്ള തർക്കങ്ങളൊക്കെ നടക്കുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം വരെയുള്ള എപ്പിസോഡിൽ. എന്നാൽ ഇപ്പോൾ നമുക്ക് നവ്യ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇത് മുത്തശ്ശിനെ അറിയിക്കുമെന്ന്. അങ്ങനെ നവ്യ വന്ന് പറയുന്നു, ഇത് അഭിയല്ല വരച്ചത്, നയനയാണ് വരച്ചതെന്നപ്പം നയനയാണ് വരച്ചതെങ്കിൽ അത് തെളിയിക്കട്ടെ എന്ന് ആദർശം പറയുന്നുണ്ട്. അങ്ങനെ അഭിയും ജലജയും പറയുന്നുണ്ട്, ഇല്ല ഇത് ഞാൻ ഒരുപാട് നെറ്റൊക്കെ സെർച്ച് ചെയ്ത് ഒരുപാട് ഡിസൈൻസ് ഇന്നൊക്കെ എടുത്ത് എൻ്റെ മനസ്സിൽ വന്ന ഭാവനയൊക്കെ ചേർത്ത് ഞാൻ വരച്ചതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറയുന്നുണ്ട്, എന്നാൽ ശരി തെളിയിക്ക്, അത് ഞാൻ റൂമിൽ പോയി ഒന്ന് നോക്കിയിട്ട് തെളിയിക്കാം എന്നൊക്കെ അഭി പറയുമ്പോൾ പറയും, വേണ്ട നീ ഇവിടെ നിന്ന് തെളിയിച്ചാൽ മതിയെന്ന് ആദർശ് പറയുന്നുണ്ട്. അന്നേരം രണ്ടുപേരും നയനയോടും പറയുന്നുണ്ട് നീയും തെളിയിക്കാൻ. അങ്ങനെ നയനയും അഭിയുമായിട്ട് ഒന്നുകൂടി ഒന്ന് വരയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ വരയ്ക്കുമ്പോൾ അഭി പറയുന്നുണ്ട്, അത് ആദ്യം വരച്ചത് എൻ്റെ മനസ്സിൽ വീണ്ടും വരണമെന്നില്ല, അത് സാരമില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, അത് സാരമില്ല, അതിൻ്റെ അടുത്തെങ്കിലും എത്തുമല്ലോ, നീ ഒന്ന് ശ്രമിച്ച് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും രണ്ട് പേപ്പറുമായിട്ടിരുന്ന് അങ്ങ് വരയ്ക്കുകയാണ്. വരച്ച് നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ നയന വരച്ച് കൊടുക്കുന്നുണ്ട്. അഭിക്കാണെങ്കിൽ ഒന്നും വരയ്ക്കാനും കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ നയനയാണ് അത് വരച്ചതെന്നുള്ളതിൻ്റെ പൂർണ്ണ ബോധ്യമായി ആർക്ക്? അനന്തപുരി തറവാട്ടുകാർക്ക്. അങ്ങനെ നമ്മുടെ മുത്തശ്ശൻ എഴുന്നേറ്റ് വന്നിട്ട് നേരെ അഭിയെ അടിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് നിനക്കും കൂടെ ഉള്ളതാണെന്ന് ജലജയോടും പറയുന്നുണ്ട്. കള്ളത്തരം കാണിക്കുന്നു, എന്തായാലും ഇന്നത്തെ പാർട്ടി പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ, അതിൽ നീയും നിൻ്റെ മകനും പങ്കെടുക്കണ്ടെന്ന്. അപ്പം നയന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മുത്തശ്ശ, പാർട്ടി നമുക്ക് വേറൊരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കാമെന്ന് നയനയും പറയുന്നുണ്ട്. എന്നിട്ട് നയന ഇങ്ങനെ മുറ്റത്തേക്ക് ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ആദർശ് പുറകെ വരുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, നീ എന്തിനാ എന്നോട് മറച്ചു വെക്കുന്നത്? എനിക്ക് നിൻ്റെ എല്ലാ പ്രവൃത്തികളും നിന്നെയൊക്കെ എനിക്കിഷ്ടമാണ്, പക്ഷേ നീ ഇത് ഈ ചെയ്ത കാര്യങ്ങൾ എന്തിനാ ഇങ്ങനെ മറച്ചു വയ്ക്കേണ്ട ആവശ്യം? നിനക്കതിൻ്റെ എല്ലാം എന്നോട് തുറന്ന് പറയാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പം പറയുകയാണ്, മുത്തശ്ശനും ആദർശേട്ടനും എല്ലാവരും ആ അമേരിക്കൻ കമ്പനിയുടെ പ്രോജക്റ്റ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചപ്പോൾ അമ്മയും നവ്യേച്ചിയും കൂടിയാണ് എന്നോട് പറഞ്ഞത് വരയ്ക്കാൻ. അങ്ങനെ ഞാൻ വരച്ചു, അതിൻ്റെ ക്രെഡിറ്റൊന്നും എനിക്ക് വേണ്ട, പക്ഷേ അത് നിങ്ങളുടെ ടെൻഷനൊന്നും മാറട്ടെ. ഞാൻ ചെയ്യുന്ന വർക്കുകളൊന്നും ആദർശേട്ടൻ അംഗീകരിക്കുന്നില്ലല്ലോ, എൻ്റെ കഴിവുകളൊന്നും ആദർശേട്ടൻ അംഗീകരിക്കുന്നില്ല, അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട എന്ന്. അതല്ല, നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറയുമ്പോൾ നമ്മുടെ നയന പറയുന്നു, എനിക്ക് എൻ്റെ ഭർത്താവ് ആദർശേട്ടനിൽ നിന്നുള്ള സ്നേഹമാണ് വേണ്ടത് എന്ന് നയന പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സ്നേഹം തരാൻ എനിക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഒരു ഭാര്യ എന്നുള്ള സ്നേഹമാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ മനസ്സിന് എനിക്ക് ഒരുപാട് പ്രിപ്പറേഷൻ നടത്തണം. എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, പക്ഷേ എന്തെങ്കിലും വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഡയലോഗുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പറയുന്നത്. അതിനുശേഷം നമ്മുടെ നയനയ്ക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. നയന അവിടുന്ന് അടുത്ത് നിന്ന് അകത്തേക്ക് കയറി പോകുമ്പോൾ രണ്ടുപേരും ഒന്നുകൂടി പരസ്പരം നോക്കുന്നുമുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ നവ്യ ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കനകദുർഗ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ കനകദുർഗ പറയുകയാണ്, എന്താ മോളെ നീ ആലോചിക്കുന്നത്? അത് ഈ അഭിയെ മൊത്തം ഇല്ലാതാക്കുന്നത് അവൻ്റെ അമ്മ ഒറ്റ എഴുത്തന. അത് നിനക്കിപ്പോൾ മനസ്സിലായല്ലോ, ആ ജലജ അവളെ എങ്ങനെയെങ്കിലും നീ ഈ വീട്ടിൽ നിന്ന് എടുത്ത് കളയാൻ നോക്ക്. അപ്പോഴും നമ്മുടെ നവ്യ പറയുന്നുണ്ട്, നമുക്കൊരു ഷോക്ക് കൊടുത്താലോ, മെൻ്റൽ ഷോക്ക്. ഷോക്ക്, അത് ശരിയാ മോളെ, അവൾക്ക് ഇവിടെ വെച്ച് തന്നെ കൊടുക്കാം, മെൻ്റൽ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ മൊബൈൽ ചാർജറിൽ അവർ ചെന്ന് ചെറിയൊരു സ്പാർക്കിംഗ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പറയണം, അവളിപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് ഇറങ്ങി വരും, നമുക്ക് കാണാമല്ലോ എന്ന്. അന്നേരം ഇത് 2 ജ്യൂസുമായിട്ട് നമ്മുടെ
ജലജ വരികയാണ് നവ്യയ്ക്കും കനകദുർഗയ്ക്കുമായിട്ട് ജ്യൂസ് കൊടുത്തിട്ട് അവരിങ്ങനെ ജ്യൂസ് കഴിക്കുമ്പോൾ തന്നെ നോക്കുന്നുണ്ട്, ആരാ എൻ്റെ ഈ മൊബൈൽ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചത് ഓഫ് ചെയ്തത് എന്ന് പറഞ്ഞ് നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ചാർജറിൽ ഇങ്ങനെ നോക്കിയിട്ട് ഫോണിൽ പിൻ ചെയ്യാനായിട്ട് പോകുമ്പോൾ ജലജ ഇതിൽ ചാർജ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ വേണ്ട എന്ന് പറഞ്ഞ് ജലജ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നമ്മുടെ കനകദുർഗയും നവ്യയും കൂടി അവിടെ നിന്ന് പതുക്കെ എഴുന്നേറ്റ് മാറി ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ജലജ വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നയന അവിടെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നയന പെട്ടെന്ന് നിന്ന് ഫോണിൽ കുത്തിയിട്ട് ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നയനയെ ഷോക്ക് അടിക്കുന്നുണ്ട്. നയന ഇങ്ങനെ ഷോക്ക് അടിച്ചാൽ വിറഞ്ഞിങ്ങനെ ഫോണുമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ആദർശ് ഇത് കാണുന്നുണ്ട്. പക്ഷേ ജലജ അത് മൈൻഡ് ചെയ്യുന്നില്ല. അവൾക്ക് എന്തോ പറ്റട്ടെ, എനിക്ക് എന്താ എന്നുള്ള രീതിയിൽ ആദർശ് ഇത് കാണുമ്പോൾ ഓടി വന്നൊരു ഫ്ലവർ വേസ് എടുത്ത് നയനയുടെ മൊബൈലിൽ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുന്ന മൊബൈൽ ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. ആ ഫ്ലവർ വേസ് നേരെ തെറിച്ച് നമ്മുടെ ജലജയുടെ തലയിലാണ് ചെന്ന് വീഴുന്നത്. അപ്പോൾ ആദർശ് പെട്ടെന്ന് നയനെ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി താഴേക്ക് വീഴുന്നുണ്ട്. കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന രണ്ടുപേരും കൂടി താഴത്ത് കിടന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീനാണ്. അപ്പോഴത്തേക്ക് അത് ജലജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓഹോ, എൻ്റെ തലയിൽ നീ ഫ്ലവർ വേസ് എടുത്ത് എറിഞ്ഞതും പോരാ, ഇപ്പോൾ രണ്ടും കൂടി നിന്ന് പ്രണയിക്കുകയാണോ എന്ന് പറഞ്ഞ് ജലജ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ നയന പറയുന്നുണ്ട്, കുഴപ്പമില്ല, ഫ്ലവർ വേസ് അല്ലേ, തലയ്ക്കൊരല്പം പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, തലയിൽ വീണാലും വേറെ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അത് അപ്പച്ചി തലയ്ക്കൊരല്പം വെളിവ് വന്നോട്ടെ എന്ന് നയന വിചാരിച്ച് കാണും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഓഹോ, ഭാര്യയും ഭർത്താവും ഇപ്പോൾ എനിക്കാണോ എന്നിട്ടാണോ പറയുന്നത് എന്നൊക്കെയുള്ള ദേഷ്യത്തിൽ നമ്മുടെ ജലജയും പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നോക്കിക്കാണുന്നത് നമ്മുടെ നവ്യയും കനകദുർഗയാണ്. അവർക്ക് ഭയങ്കര സന്തോഷമാവും. ആദർശം നയനയും ഇങ്ങനെ നയനയ്ക്ക് ഷോക്ക് അടിച്ചപ്പോൾ ആദർശം ഒന്ന് തട്ടിയതും രണ്ടുപേരും കൂടി ഒരുമിച്ച് നിലത്ത് വീണതും കുറച്ച് നേരം അവർ നോക്കി നിന്നതും അങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പം എന്നിട്ട് ഇങ്ങനെ ജലജ ആലോചിക്കുകയാണ്, എന്തായാലും ഈ വീട്ടിൽ നിന്നും എല്ലാം കൂടി എൻ്റെ തലയിലാണല്ലോ, എനിക്കും എൻ്റെ മകനുമാണല്ലോ ഇവിടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് നയന ഈ പറഞ്ഞത് ഓർത്ത്, നയന ഇങ്ങനെ തലയിൽ വീണതിൻ്റെ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ ജലജ നിൽക്കുന്നതാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് തരണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.